ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം രാഷ്ട്രീയ സംഘർഷങ്ങളും പതിവ് പോലെ തിളച്ചുമറിയുകയാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തൃണമൂൽ കോൺഗ്രസ് എം പി മിതാലി ബാഗിന്റെ വാഹനവ്യൂഹത്തിന് നേരെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ സംഭവത്തിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേരിട്ട് ആരോപിക്കുന്നത്. ആരംബാഗിൽ പാർട്ടി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ റാലിയിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിയെയാണ് എം പിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ BJP പിന്തുണയുള്ളവരാണെന്നാണ് മിതാലി ബാഗ് ഫേസ്ബുക്ക് ലൈവിലൂടെ തന്നെ ആരോപിച്ചിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഇതൊരു സാധാരണ ആക്രമണമല്ല, മറിച്ച് MPയെ വധിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇതിനെപ്പറ്റി പ്രതികരിച്ചത്. തകർന്ന കാറിന്റെയും പരിക്കേറ്റ മിതാലി ബാഗിന്റെയും വീഡിയോയും അവർ പങ്കുവച്ചിട്ടുണ്ട്. അമിത്ഷാ കഴിഞ്ഞ ദിവസം നടത്തിയ ഭീഷണിയുടെ തുടർച്ചയാണിതെന്നും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതാ ജനപ്രതിനിധിയെ BJP ഗുണ്ടകൾ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്നും ഒക്കെയുള്ള ഒരു ജാതി കാർഡും തൃണമൂൽ ഇതിനിടയിൽ ഇറക്കുന്നുണ്ട്. കാറിന്റെ ചില്ലുകൾ തകർന്ന് ശരീരത്തിൽ തുളച്ചു കയറിയ MPയെ ഇപ്പോൾ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ബംഗാൾ രാഷ്ട്രീയത്തിലെ സ്ഥിരം ശൈലി പോലെ തന്നെ BJP ഈ ആരോപണങ്ങളെല്ലാം തന്നെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം MPയും പാർട്ടിയും ചേർന്ന് നടത്തുന്ന വെറുമൊരു നാടകം മാത്രമാണെന്നാണ് BJPയുടെ മറുപടി. മാത്രമല്ല, സംസ്ഥാനത്ത് BJP പ്രവർത്തകരെ തൃണമൂലുകാർ വ്യാപകമായി ആക്രമിക്കുകയാണെന്നും അവർ തിരിച്ചടിച്ചു. ഈ ആക്രമണം നടന്ന ആരംബാഗ് മണ്ഡലം നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. 2021 തൃണമൂലിലെ സുജാത മണ്ഡലിനെ 7172 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി BJPയുടെ മധുസൂദൻ ബാഗാണ് ഇവിടെ വിജയിച്ചത്. 2011-ലും 2016-ലും തൃണമൂൽ വിജയിച്ച മണ്ഡലം അതിനു മുൻപ് CPMന്റെ ശക്തമായിട്ടുള്ള ഒരു കോട്ടയായിരുന്നു. ഇത്തവണ BJPയുടെ ഹേമന്ത് ബാഗും തൃണമൂലിലെ മിതാലി ബാഗും തമ്മിലാണ് പ്രധാന മത്സരം. CPMന്റെ ബിദിക പണ്ഡിറ്റും മത്സര രംഗത്തുണ്ട്. ഇതിനിടെ ജഗദ്ദാൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ തൃണമൂൽ BJP പ്രവർത്തകർ തമ്മിലുണ്ടായ മറ്റൊരു സംഘർഷത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഏപ്രിൽ 29-നാണ് ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. മെയ് 4-ന് ഫലമറിയാം. പരാജയം മുന്നിൽ കാണുമ്പോഴുള്ള BJPയുടെ അക്രമമാണിത് എന്നാണ് തൃണമൂൽ പറയുന്നത്. സഹതാപം പിടിച്ചുപറ്റാനുള്ള നാടകമെന്ന് BJPയും പറയുന്നു. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ബംഗാൾ ജനതയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നിലവിൽ പ്രദേശത്ത് കേന്ദ്രസേനയുടെ കനത്ത കാവലുണ്ട്. പ്രശ്നങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.